ബംഗളൂരു ജയിൽ മതതീവ്രവാദ കേസിൽ ലഷ്കർ-ഇ തയ്യബ ഭീകരനും കേസിലെ മുഖ്യ സൂത്രധാരനുമായിട്ടുള്ള തടിയന്റെവിടെ നസീർ ഉൾപ്പെടെ 7 പ്രതികൾക്ക് ശിക്ഷ വിധിച്ചു. NIA പ്രത്യേക കോടതിയുടേതാണ് വിധി. ബംഗളൂരു പരപ്പര അഗ്രഹാര സെൻട്രൽ ജയിലിനുള്ളിൽ വെച്ച് തടിയന്റെവിടെ നസീറിന്റെ നേതൃത്വത്തിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായി ഗൂഢാലോചന നടന്നുവെന്നാണ് കേസ്. കേസിലെ ഒരു പ്രതി ഇപ്പോഴും ഒളിവിലാണ്. തടിയന്റെവിടെ നസീറിനെ കൂടാതെ സയ്യിദ് സുഹൈൽ ഖാൻ, മുഹമ്മദ് ഉമർ, സാഹിദ് തബ്രേസ്, സയ്യിദ് മുസദിർ പാഷ, മുഹമ്മദ് ഫൈസൽ റബ്ബാനി, സൽമാൻ ഖാൻ എന്നിവർക്കാണ് കോടതി ശിക്ഷ വിധിച്ചത്. 7 വർഷത്തെ കണ്ണുതടവും 48,000 രൂപ പിഴയുമാണ് പ്രതികൾക്ക് ശിക്ഷ. IPC, UAPA, ആയുധ നിയമം, സ്ഫോടക വസ്തു നിയമം എന്നിവ പ്രകാരമുള്ള വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് ശിക്ഷ. ബംഗളൂരുവിലെ NIA പ്രത്യേക കോടതിയുടേതാണ് വിധി. ബംഗളൂരു പരപ്പന അഗ്രഹാര സെൻട്രൽ ജയിലിനുള്ളിൽ വെച്ചാണ് തടിയന്റെവിടെ നസീറിന്റെ നേതൃത്വത്തിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായി ഗൂഢാലോചന നടന്നത്. ജയിലിൽ കഴിയുന്ന യുവാക്കളെ കണ്ടെത്തുക, അവരെ മതതീവ്രവാദത്തിലേക്ക് ആകർഷിക്കുക, മതം മാറ്റുക, ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ നടത്താൻ പരിശീലനം നൽകുക എന്നിവയായിരുന്നു ഇവരുടെ ലക്ഷ്യം. 2023 ജൂലൈയിൽ ബംഗളൂരു സെൻട്രൽ ക്രൈംബ്രാഞ്ച് ഗുണ്ടകളിൽ നിന്ന് ആയുധങ്ങളും ഡിജിറ്റൽ ഉപകരണങ്ങളും പിടിച്ചെടുത്തതോടെയാണ് കേസിന്റെ തുടക്കം. ലഷ്കർ-ഇ തോയ്ബയുടെ നിർദ്ദേശപ്രകാരം ബംഗളൂരു നഗരത്തിൽ ആക്രമണം നടത്താനായിരുന്നു ഇവരുടെ പദ്ധതി. തുടർന്ന് NIA അന്വേഷണം ഏറ്റെടുക്കുകയും പ്രതികൾക്ക് അന്താരാഷ്ട്ര തലത്തിലുള്ള ബന്ധങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. ഈ കേസിൽ ഉൾപ്പെട്ട സൽമാൻ ഖാനെ റുവാണ്ടയിൽ നിന്നാണ് NIA ഇന്ത്യയിൽ എത്തിച്ചത്. കേസിൽ ഉൾപ്പെട്ട ജുനൈദ് അഹമ്മദ് എന്ന പ്രതി ഇപ്പോഴും ഒളിവിലാണ്. ഇയാൾക്കായി തെരച്ചിൽ ഊർജിതമായി തുടരുന്നതായി NIA വൃത്തങ്ങൾ അറിയിച്ചു. ന്യൂസ് 18 ബംഗളൂരു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.